വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് കുറുപ്പ് സാറിന്റെ അടുത്ത് ശാരദാമ്മ പറയണേ, ഈ ദൈവം എന്ന് പറയുന്നത് വലിയവൻ തന്നെയാണ് കുറുപ്പ് സാറേ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ പണവും പ്രതാപവും തന്റെ ഇടവുള്ള സത്യമ്മ ഈ വീട്ടിലേക്ക് ഒരു സഹായം ചോദിച്ചു വരുമെന്ന്? അപ്പോ അത് അവരുടെ വിധി. ആ വിധിയിലേക്ക് എത്തിച്ച ദൈവം അപ്പൊ വലിയവൻ തന്നെയാണ് കുറുപ്പ് സാറേ. കുറുപ്പ് സാറ് പറയും, എന്ത് പറയണെന്ന് പറയൂ ശാരദാമ്മ. ഒരു 2 മിനിറ്റ് ഈ മൂക്കിന്റെ സുഷിരം നടഞ്ഞാൽ ഏത് 6 അടി പൊക്കമുള്ളവന്റെയും ആയുസ് പോകും. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ശുദ്ധവായു ശ്വസിക്കാൻ ഒരു ഭാഗ്യം വേണം. അത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ കിട്ടൂ. അപ്പോഴേക്ക് ശാന്തേച്ചി അങ്ങോട്ട് വന്ന് ചായ എടുത്തു കൊടുക്കണേ കുറുപ്പ് സാറിന്. കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ശാന്തേ? ശാന്തേച്ചി പറയും, നന്നായി പോകുന്നു. ശാരദാമ്മയുടെ പറയും, വൈകിട്ടത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പൊ ശാരദാമ്മ പറയും, അത് ഞാൻ കൂടെ വന്നിട്ട് നോക്കാം. അത്ര പറഞ്ഞിട്ട് ശാന്തേച്ചി ഇറന്നു പോകും. കുറുപ്പ് സാറ് പറയും, ഇവരൊക്കെ ശാരദാമ്മക്ക് ഇപ്പൊ വലിയ സഹായമാണല്ലേ? ശാരദാമ്മ പറയും, അതെ, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും. അപ്പൊ കുറുപ്പ് സാറ് പറയും, ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ ഇന്ന് വളരെ പ്രയാസമാണ്. പിന്നെ സത്യാമ്മയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം വല്ല ചതിയും കൊണ്ടാണോ? അല്ല, അകന്നിരിക്കുന്നവരെ പെട്ടെന്ന് അടുപ്പം കാണിക്കുന്നത് കൊണ്ടേ സൂക്ഷിക്കണം എന്നാണ് പറയാറേ. അപ്പൊ ശാരദാമ്മ പറയും, ഒരു ചതിയില്ല കുറുപ്പ് സാറേ. വിഷ്ണുമോനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി മോളെ കാണാൻ അവര് വന്നത്. സത്യമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തടത്ത് ശാലിനെ കൊണ്ട് പറയിപ്പിക്കാൻ ജാമ്യാപേക്ഷയില് വിഷ്ണു ഒപ്പിടുന്നില്ലെന്ന്. ഇപ്പൊ ഇതിൽ നിന്നും കുറുപ്പ് സാറിന് ഒരു കാര്യം മനസ്സിലായോ? അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ടുകൊണ്ടിരുന്ന മകൻ ഇപ്പോ അമ്മ പറയുന്നത് അനുസരിക്കാതായിരിക്കുന്നു. ശാലിനി പറഞ്ഞ വിഷ്ണു കേൾക്കുന്ന ഒരു തോന്നല് സത്യാമ്മയ്ക്ക് തന്നെ ബോധ്യായിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ കുറുപ്പ് സാറേ, വിഷ്ണുവിലുണ്ടായിരുന്ന സത്യഭാമയുടെ പിടി അയിഞ്ഞു. അതിപ്പോ ശാലിനിയിൽ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടും നല്ലൊരു സൂചനയാണ്. ഈശ്വരന് അങ്ങനെ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. അപ്പോഴും കുറുപ്പ് സാറ് പറയും, എന്നാലും അവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. മുഖരാശി പ്രകാരം അവരൊരു അന്തർമുഖിയാ. ചില സമയം അവരൊരു ദ്വന്ദ്മുഖിയും ആവും. ഒരു മുഖം കരളലിയിപ്പിക്കുന്ന സങ്കടഭാവമാണെങ്കിൽ മറ്റൊന്ന് കരള് പറിച്ചെടുക്കുന്ന സംഹാര രുദ്രയുടേതാണ്. അതെപ്പോഴും പുറത്തെടുക്കില്ല. പുറത്തെടുക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മമാക്കാനും അവർ മടിക്കില്ല. ശാലിനി കഷ്ടപ്പെട്ട് പഠിച്ച് IAS നേടിയവളാണ്. പഠിക്കാനുള്ള മികവ് കണ്ട് പ്രോത്സാഹിപ്പിക്കാനേ ഒരു മാഷെന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പഠിച്ചത് മുഴുവനും അവൾ അവളുടെ കഴിവ് ഉപയോഗിച്ച. പഠിച്ചതിനും ജോലി വാങ്ങിച്ചതിനും എതിരായിരുന്നല്ലോ ഈ സത്യഭാമ. ഇപ്പൊ ആ ജോലി കൊണ്ട് ആവശ്യം വന്നതും അവർക്ക് തന്നെ. ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ. പിന്നെ കൊലക്കുറ്റാണ്. സഹായിക്കാൻ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ശാലിനിയോട് പ്രത്യേകം പറയണം. സഹായികൾ കൂട്ടുപ്രതികളാവുന്ന കാലം അത്. എന്നാ ഞാനിനി ഇരിക്കുന്നില്ല ശാരദാമ്മേ എന്ന് പറഞ്ഞ് ചായ കുടിച്ച് ഗ്ലാസ് അവിടെ വെക്കും. എനിക്ക് കൃഷി ഓഫീസർ ഒന്ന് കാണണം. അപ്പോഴും ശാരദാമ്മ പറയും, വിഷ്ണുമോൻ അത് ചെയ്യില്ലെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നതും ശാലിനിക്ക് തന്നെയാണ്. അറിയേണ്ടതും അവൻ തന്നെയാണ്. അവൻ നിരപരാധിയാണെങ്കിൽ എന്റെ മകൾ അവനെ രക്ഷിച്ചിരിക്കും കുറുപ്പ് സാറേ. താലിയുടെ മഹത്വത്തെക്കുറിച്ച് അവളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. കുറുപ്പ് സാർ പറയും, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ, വെയില് മൂക്കുന്നതിന് മുമ്പ് അങ്ങ് എത്തട്ടെ. അങ്ങനെ പറഞ്ഞ് കുറുപ്പ് സാർ അവിടെ നിന്ന് പോവാ. സത്യയുടെ ഉമ്മറത്തിരുന്ന് എന്തോ പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കളക്ടർ ഓഫീസിലാണ്. ശാലിനി ഫയലൊക്കെ നോക്കി സൈൻ ചെയ്ത് സജിക്ക് കൊടുക്കുക. അങ്ങേര് പോയി കഴിയുമ്പോ അങ്ങോട്ട് അനുപല്ലവി വരിക. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു മാഡം. ആരാണെന്ന് ചോദിച്ചില്ലേ? പല്ലവി പറയും, മാഡത്തെ നേരിട്ട് കാണണമെന്നും എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ശാലിനി പറയും, മേയറുമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാന്നാ പറഞ്ഞ്? അതിന് ഇനി 1 അവർ കൂടി ഉണ്ട് മാഡം. ശാലിനി പറയും, ശരി, അയാളോട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് ശാലിനി ഫയൽ നോക്കുകയാണ്. അങ്ങനെ പല്ലവി അയാളെ വിളിക്കാനായിട്ട് അവിടുന്ന് പോകും. ഈ സമയം ശാലിനി ഫയൽ നോക്കി എന്തോ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് ഒരു ഓഫീസറെ വിളിച്ച് ചീത്ത പറയണേ. അപ്പോഴേക്കും അനുപല്ലവി അയാളെ പോയി വിളിച്ചോണ്ട് വരും. അങ്ങേരോടാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പല്ലവി ഇയാളെ കൂട്ടി വന്നതൊന്നും ശാലിനി ശ്രദ്ധിക്കുന്നില്ല. ആകെ ദേഷ്യത്തിലാ ഫോൺ കട്ട് ചെയ്യുന്നത്. അയാളോടേക്കും, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ പേര് ദാമോദരൻ എന്നാ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അന്നു കിട്ടുന്നത് കൊണ്ട് കഴിയുന്നതാണെങ്കിലും എന്റെ മോളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ വിധി എനിക്ക് എന്റെ മോളെ തന്നില്ല. അവളെ ഒരു ദിവസം കാണാതായി എന്ന് പറഞ്ഞ ആ അച്ഛൻ കരഞ്ഞയാ. അവളുടേതെന്ന് തോന്നിക്കുന്ന ഒരു ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി. എനിക്ക് സംശയമുണ്ട് മരിച്ചത് എന്റെ മോള് തന്നെയാണോന്ന്. പക്ഷേ ഇപ്പൊ ഹോസ്പിറ്റലുകാരെ ആ ശരീരം ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പല ആളുകളെ കൊണ്ടും ഞാൻ പറയിപ്പിച്ചു നോക്കി. പക്ഷെ അതെന്റെ മോളാണോന്ന് എന്നെ നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല സാറേ. എന്റെ മോള് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്ക് അറിയണം സാറേ. ശാലിനിക്കും നിങ്ങളെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഉവ്വ് മാഡം. ആ ACP ചന്ദ്രബോസ് സാറേ ഹോസ്പിറ്റലുകാരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോ തന്നെ ശാലിനിയുടെ ചില സംശയങ്ങളൊക്കെ അവിടെ തോന്നി തുടങ്ങാണ്. അങ്ങനെ ആ അച്ഛൻ പറയും, എനിക്ക് നീതി കിട്ടണം മാഡം. ആ പോലീസുകാരെല്ലാം ഹോസ്പിറ്റലുകാരുടെ പക്ഷത്താ. കളക്ടർ സാറുടെ മുന്നിൽ വന്ന് ഈ വിവരം പറയുന്നതും അതുകൊണ്ട് തന്നെയാ. അങ്ങനെ ശാലിനി പറയും, എന്തൊക്കെയോ ആലോചിച്ചതിനു ശേഷം, അനു പെൺകുട്ടിയുടെ പേര്, അഡ്രസ്, പൊക്കം, തൂക്കം, രൂപം ഒക്കെ മനസ്സിലാക്കി ആ പെൺകുട്ടിയെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും. എന്നിട്ട് ആ അച്ഛനോട് പറയും, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വേണ്ട നടപടികൾ എടുക്കാം. വലിയ ഉപകാരം സാറേ. ശാലിനി പറയും, പുറത്തേക്ക് നിൽക്കൂ. അങ്ങനെ അയാള് അവിടുന്ന് പോവാ. ശാലിനി ചോദിക്കും, അനുവിന് എന്ത് തോന്നി ഈ പറഞ്ഞത് കേട്ടിട്ട്? അനു പറയും, സംതിങ് റോങ്. ശാലിനിക്കും അങ്ങനെ തോന്നാൻ കാരണം? പല്ലവി പറയും, ചന്ദ്രബോസിന്റെ ഇടപെടൽ തന്നെ.
അപ്പൊ ശാലിനി പറയും യെസ്. ഈ ഒരു കേസിൽ ചന്ദ്രബോസ് എന്തിന് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നു? മരണപ്പെട്ട പെൺകുട്ടി അത് എന്റെ ഒരു സംശയമാണ്. തൂക്കത്തിലും പൊക്കത്തിലും രൂപത്തിലും കാർത്തികയെ പോലെ ആണെങ്കിൽ ചന്ദ്രബോസ് വാശി കാണിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ചന്ദ്രബോസ് കാണിച്ചേ പറ്റൂ. പല്ലവിക്കും മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? ശാലിനി പറയും കത്തിക്കരിഞ്ഞ നിലയിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട മൃതദേഹം കാർത്തികയുടേത് തന്നെയാണോ അല്ലയോ എന്നുള്ളൊരു സംശയം എന്റെ മനസ്സിലും അനുവിന്റെ മനസ്സിലും ഉണ്ട്. അനു പറയും അതെ മാഡം. ശാലിനി പറയും ഈ കാണാതായ പെൺകുട്ടിയാണോ കത്തിക്കരിഞ്ഞതെന്ന് വെറുതെ ഒന്ന് സംശയിച്ചാൽ കിട്ടുന്ന ഉത്തരം കാർത്തിക ഇപ്പോഴും ഭൂമിയിൽ ജീവനോടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഉത്തരാണ്. പല്ലവി പറയും പക്ഷേ അങ്ങനെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിലെ തെളിവുകളൊന്നും ഇല്ലല്ലോ മാഡം. ശാലിനി പറയും തെളിവുകൾ അതില്ലെങ്കിൽ ഉണ്ടാക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വലിച്ചെടുപ്പിക്കുന്ന ചില വൈദ്യന്മാർ ഉണ്ടായിരുന്നു മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ. അതുകൊണ്ട് ഇത് ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെ കൊണ്ട് തന്നെ ഇത് പുറത്തറിയിപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. സംഗതി വിജയിച്ചാൽ ഈ കേസിന്റെ ഏറ്റവും വലിയ നിർണായകമായ തെളിവാകും. മാർഗമല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം. ആ ഒരു വാക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ചിലരൊക്കെ വേരോടെ ഞെട്ടിക്കുന്ന നീക്കം എന്നിങ്ങനെ വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നതാണ് ഈ സംസാരത്തിലുള്ളത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മധുശ്രീ റെസ്റ്റോറന്റിൽ മറ്റോ ഇറങ്ങി വരികയാണേ. അപ്പോ ജഗദീപ് അങ്ങോട്ട് വരും. മധുശ്രീയെ കാണുമ്പോ ഹൈ ആരിത്, കുറെ നാളായല്ലോ കണ്ടിട്ട്. സുസ്മിത പോയപ്പോ ആ സ്നേഹവും ഇഷ്ടമൊക്കെ അവളോടൊപ്പോ അങ്ങ് കൊടുത്തു വിട്ടാ. അല്ല ഒരു സുഖാന്വേഷണം പോലും ഇല്ലല്ലോ, ഒരു ഗുഡ് മോർണിംഗ് പോലും അയക്കുന്നില്ല. ഇനിയിപ്പൊ നിങ്ങൾ തമ്മിലെ സ്നേഹവും സൗഹൃദമൊക്കെ ഉള്ളുവെങ്കിൽ ഓക്കെ. ഞാൻ എന്റെ ഒരു പരിഭവം പറഞ്ഞതാണേ. ഈ സമയം ഇതെല്ലാം ശാലിനി അവിടെ പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. മധുശ്രീക്കാണെങ്കിൽ ജഗദീപിനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അല്ല ഇത് എവിടെ പോയിട്ട് വരുന്നു? ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. മധുശ്രീയും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണോ? മധുശ്രീ പറയും ഏയ് ഞാനിവിടെ 1-2 പേരെ കാണാനായിട്ട് ഇറങ്ങിയതാ എന്ന് പറഞ്ഞങ്ങ് പോകാൻ തുടങ്ങുമ്പോ ജഗദീപ് പറയും 1 മിനിറ്റ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഒരേ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. എന്താ? അല്ല വേറെ തിരക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോ ജഗദീപ് അത്രയും പറഞ്ഞങ്ങ് പോകുമ്പോ മധുശ്രീ ജഗദീപിനെ പിടിച്ചു വെച്ച് സംസാരിക്കും. അല്ല സുസ്മിതയുടെ വിവരം വല്ലതും ഈ അടുത്തെങ്ങാനും കാണാൻ പോയിരുന്നോ? ജഗദീപ് പറയും അയ്യോ എന്റെ അമ്മോ, ആരെങ്കിലും തെരുവിളി കേൾക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കൂലിയും കൊടുത്ത് അങ്ങോട്ട് കയറി ചെല്ലുവോ? എന്റെ കൊച്ചെ അവളെ കാണാനായിട്ട് പോയാലേ അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോ അവിടെ പോ അവരെ വിളിക്കി ഇവരെ വിളിക്കുന്നൊക്കെയാ ശല്യം. അവളെ കാണാൻ ചെല്ലുന്നാലേ ഒരു പോലീസുകാരനെ കൂടെ നിർത്തിയിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. ദേഹോപദ്രവം വന്നാലേ തടയാൻ ആള് വേണല്ലോ, നമ്മൾ സേഫ്റ്റി നോക്കണല്ലോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശാലിനി ഫോൺ എടുത്തിട്ട് ജഗദീപിനെ വിളിക്കാൻ തുടങ്ങണേ. അങ്ങനെ മധുശ്രീ അവിടുന്ന് പോക്കാൻ തുടങ്ങുക. അപ്പോഴും ജഗദീപ് വയ്ക്കും അല്ല എവിടേക്കാ പോണത്? ദാ അവിടെ ഒരു കാളെ കാണാൻ പോവാണേ. അപ്പൊ ജഗദീപ് വയ്ക്കും ദാ അതിന്റെ അപ്പുറത്താണോ? അപ്പോഴായിരിക്കും ശാലിനിയുടെ കോള് ജഗദീപിന്റെ ഫോണിലേക്ക് വരുന്നത്. ശാലിനി മേഡാണല്ലോ വിളിക്കുന്നത്. ഒരു കാര്യമില്ലാതെ മേഡം അങ്ങനെ വിളിക്കില്ലല്ലോ. അപ്പോ മധുശ്രീക്ക് അത് കേൾക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണേ. അങ്ങനെ ജഗദീപ് പറയും എന്നാ മധുശ്രീ വിട്ടോ, എനിക്കൊരു കോൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കുറെ നേരം സംസാരിക്കായിരുന്നു. ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് അവിടുന്ന് അല്പച്ചിരി മാറി നിൽക്കണേ. അപ്പോ മധുശ്രീ വിചാരിക്കും ശാലിനി എന്തിനാ ഇപ്പൊ ഇവനെ വിളിക്കുന്നത്? എന്തായിരിക്കും ശാലിനിക്ക് ഇവനോട് പറയാനുള്ളത്? ഇത് പറയാൻ എന്താ ഒരു വഴി എന്ന് പറഞ്ഞിങ്ങനെ ജഗദീപ് സംസാരിക്കുന്നതും കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ജഗദീപ് ഫോൺ എടുത്തിട്ട് ഹലോ മാഡം പറഞ്ഞോളൂ. അങ്ങനെ ശാലിനി ഈ സമയം ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തം ജഗദീപിന്റെ കയ്യിലാ. ജഗദീപ് അഭിനയിച്ച് തകർക്ക. കാർത്തിക മരിച്ചിട്ടില്ലെന്നോ? ഇത് കേൾക്കുന്ന മധുശ്രീ അങ്ങ് ഞെട്ടും. ഞാൻ വരാം മാഡം, ഒരു 5 മിനിറ്റ് ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ മധുശ്രീ വിചാരിക്കും കാർത്തിക എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. ഈ സമയത്ത് ജഗദീപും പുറത്ത് കാറിൽ നിൽക്കുന്ന ശാലിനിയും മധുശ്രീയാണ് ശ്രദ്ധിക്കുന്നത്. മധുശ്രീ ആണെങ്കിൽ ഇത് കേട്ടതും പിന്നെ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാ. അങ്ങനെ ധൃതിയിൽ കാറിൽ കയറി പോവാൻ തുടങ്ങുമ്പോ ജഗദീപ് വിചാരിക്കും അങ്ങോട്ട് പോകുന്നു പറഞ്ഞോളെ ദേ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഓട്ടം തുടങ്ങി. അപ്പൊ വാലിന് തീ പിടിച്ചു. ഇനി അത് ആളി കത്തിക്കോളും. അപ്പോഴേക്കും മധുശ്രീയുടെ കാറ് പോകുന്നത് കാണുമ്പോ ശാലിനി രാമേട്ടനോടും വണ്ടി എടുക്കാൻ പറയണേ. അങ്ങനെ വണ്ടി എടുത്ത് ജഗദീപിന്റെ അടുത്തേക്ക് വരും. ജഗദീപ് കാറ് കാണുമ്പോ തന്നെ ഓടി വന്ന് അതിനകത്ത് കയറണേ. അപ്പോ സംഭവം സെറ്റല്ലേ മാഡം? ശാലിനി പറയും ഡൺ, പെട്ടെന്ന് പുറകെ വിടാം, അവള് കൺവെട്ടത്തിന് മറയുന്നതിന് മുമ്പ്. ശരി മാഡം. ശാലിനി പറയും രാമേട്ട ആ കാറിന് പുറകെ പോണം. അങ്ങനെ രാമേട്ടൻ കാറിനെ പിന്തുടർന്നുകൊണ്ട് പോവാ. അങ്ങനെ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മധുശ്രീ നല്ല ടെൻഷനിലാണേ. ഇതേസമയം ജഗദീപ് പറയും പായം പുലിന്ന് കേട്ടിട്ടേ ഇപ്പൊ കണ്ടു. ശാലിനി പറയും അവള് പുലിയാണോ പൂച്ചയാണോ നമുക്ക് ഇന്നറിയാം രാമേട്ടാ. പിന്നെ അവള് പെട്ടെന്ന് നോക്കിയാലേ നമ്മുടെ കാറ് കാണാൻ ഇടവരരുത്. ശരി കുഞ്ഞെ. അപ്പോ ജഗദീപ് പറയും അവൾക്ക് ചുറ്റിലും കണ്ണാ, നേരെ നോക്കിയൊന്നും വണ്ടി ഓടിക്കത്തില്ല, സംശയദൃഷ്ടിയോടെ ചുറ്റിലും നോക്കിയിട്ടേ ഓടിക്കൂ. കള്ളത്തരത്തിനെ PhD എടുത്തിട്ടുണ്ട് അവള്. ശാലിനി പറയും അപ്പൊ സുസ്മിത ഏത് ഡിഗ്രിയാണ് അവ എടുത്തത്? അപ്പം ജഗദീപ് പറയും അയ്യോ അതിതുപോലെ ചെറിയ ബോംബൊന്നുമല്ല, ആറ്റം ബോംബാ. അവള് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി പോലും ഇപ്പൊ ഉണ്ടോന്ന് സംശയാ. ഇത്രയും നാൾ അവളെ സഹിച്ചതിനെ ഉടലോടെ അങ്ങ് ഭൂമിയിലേക്ക് പോയി കാണും. അത്രയ്ക്ക് ഗുണമുള്ള മുതലല്ലേ അവള്. ശാലിനി പറയും എന്തായാലും ജഗദീപിൽ നിന്നും ഇങ്ങനൊരു കളി മധുശ്രീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ ഓട്ടം അതിന്റെ തെളിവാണ്. ജഗദീപ്
ജഗദീപ് പറയും, അല്ല കുറച്ച് ബുദ്ധി കൂടി പോയാലും കുഴപ്പമാണ്, എന്നെ ആർക്കും ഒരിക്കലും വീഴ്ത്താൻ പറ്റില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കയറി വന്നാലേ അവിടെ നിന്ന് തന്നെ ആയിരിക്കും ഇവരുടെ നാശവും. അപ്പോഴും ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്, രാമേട്ട അവള് കൺമുന്നേ പോതെ നോക്കണേ, പെടക്കുന്ന ജാതിയാ, മിന്നായം പോലെ മുങ്ങാങ്കുഴി ഇടാനും അവൾക്കറിയാം. അങ്ങനെ കാർത്തികയുടെ കാറ് പിന്തുടർന്ന് പോകുമ്പോ കാർത്തിക ഒരു സ്ഥലത്തെത്തുമ്പോ വണ്ടി നിർത്തണേ. ഈ സമയം ശാലിനിയുടെ കാറ് നിർത്തും. ശാലിനിക്കും അവൾക്ക് സംശയം എന്തെങ്കിലും തോന്നിയിട്ടാണോ കാറ് നിർത്തിയത്? അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിലേ അവളിപ്പോ കാർ എടുക്കില്ല. എന്നാ മധുശ്രീ അപ്പൊ തന്നെ കാർ എടുക്കും. ശാലിനി പറയും, സംശയം തോന്നിയിട്ടില്ലെന്നും തോന്നുന്നു, രാമേട്ട വണ്ടി എടുത്തോളൂ. അങ്ങനെ പോകുമ്പോ കാർത്തിക് ഒരു സ്ഥലത്തെത്തിയിട്ട് വണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോവാ. അവിടേക്ക് ശാലിനിയുടെ കാറും കൂടെ കയറി ചെല്ലും. മധുശ്രീ കാറിന് ഇറങ്ങുമ്പോ ശാലിനിയും ജഗദീപും ഇറങ്ങണേ. ശാലിനി വയ്ക്കും, ഞങ്ങളെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ജഗദീപ് പറയും, അന്താളിപ്പ് കണ്ടില്ലേ, ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നീ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ പിന്നാലെ ഉണ്ടടി. മധുശ്രീക്കും, ഇങ്ങനെ പിന്നാലെ വരാൻ മാത്രം ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് വന്നോ? ശാലിനി പറയും, ഒരു കണക്കിന് മോഷണം തന്നെയാ, പക്ഷേ ഇവിടെ മോഷണ വസ്തുവിന് ചെറിയ ജീവനുണ്ടെന്ന് മാത്രം. പറഞ്ഞു കാർത്തികയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മധുശ്രീ പറയും, ഞാനെന്തിനാ കാർത്തികയെ ഒളിപ്പിച്ചു വെക്കുന്നത്? എനിക്കതിന്റെ കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ കാർത്തിക മരിച്ചുപോയില്ലേ? ജഗദീപ് പറയും, ഓ അത് ശരി, അത് നീ ഇപ്പോഴാണോ അറിയുന്നേ? പാവം. ശാലിനിയോട് പറയും, മാഡം ഇവള് പഠിച്ച കള്ളിയാണ്. അപ്പൊ ശാലിനി പറയും, രാമേട്ടാ ഒന്ന് കയറി നോക്കിയേ. അപ്പൊ രാമേട്ടൻ അവിടെയുള്ള ആ സ്ഥലത്തൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോവാണ്. അവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഈ സമയം ജഗദീപ് പറയും, മാഡം ഇവളോട് ഇങ്ങനെ നേരെ എന്ന് ചോദിച്ചാലൊന്നും ശരിയാവില്ല, മാഡത്തിന്റെ CID-കളെ വിളിക്കുകയും ക്രൈംബ്രാഞ്ചിലെ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള കേസ് അന്വേഷണ വിഭാഗത്തിൽ അവരില്ലേ, അവര് പുഷ്പം പോലെ വന്ന് ഇവളെ പൊക്കി എടുത്തോണ്ട് പോകും. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും, നല്ല ഇടി കൊടുക്കും. ഇവിടുത്തെ പോലീസുകാർക്കല്ലേ നമ്മുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, വിളിക്കും മാഡം അവരെ. അപ്പൊ ശാലിനി പറയും, അതിനൊന്നും മധുശ്രീ വരുത്തില്ല ജഗദീപ്, കാർത്തികയെ എവിടെയാ പിടിച്ചു വെച്ച് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് മധുശ്രീ ഇപ്പൊ പറയും. മധുശ്രീ പറയും, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, ചത്തുപോയവരെ അന്വേഷിക്കേണ്ടത് വല്ല യമപുരിയിലോ, ഇത് ഞങ്ങളുടെ ഓഫീസാണ്, ഞാനിവിടെ വന്നത് ബിസിനസിന്റെ കാര്യത്തിനാ. അപ്പോഴേക്കും രാമേട്ടൻ അന്വേഷിച്ചിട്ട് വരും, ഇവിടെ ഒന്നും ഇല്ല മാഡം. അപ്പൊ ശാലിനി പറയും, രാമേട്ട ദാ ആ സൈഡിലും കൂടെ നോക്കൂ. അപ്പൊ രാമേട്ടൻ ആ ഭാഗത്തേക്കൊക്കെ പോവാ. ഈ സമയം ഇവിടെ നിന്റെ ബിസിനസ് എന്താണെന്നും ഇവിടുത്തെ ബിസിനസ് ഡീൽ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങളുടെ ഈ വരവ്. നിന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാ ജഗദീപ് നിന്റെ മുന്നിൽ വെച്ച് ഫോൺ എടുത്ത് കാർത്തിക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞത്. അത് കേട്ടതും ശരം വിട്ടതുപോലെയാ നീ ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവളെ എവിടെയാണോ ഒളിപ്പിച്ചത് അവിടുന്ന് മാറ്റാനായിട്ടുള്ള വരവാണെന്ന്. പറ, ഇതിനകത്ത് എവിടെയാ അവളെ നീ തടവിലാക്കിയിരിക്കുന്നത്? വേഗം പറ, ഇല്ലെങ്കിൽ ഞങ്ങളും കൂടെ കയറി നോക്കും. മധുശ്രീ പറയും, ശാലിനി ഇത് വലിയ കഷ്ടം തന്നെയാട്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ജഗദീപിനങ്ങ് വല്ലാത്ത ദേഷ്യം വരും. മാഡം ദേ ഇവളോട് വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയണ്ട, എന്തായാലും നമ്മൾ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയില്ലേ, ഇനി കാർത്തികയെ കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ, നമുക്ക് കയറി നോക്കാന്നേ, നമ്മളെന്തിനാ ഇവളെ പേടിക്കുന്നത്? അപ്പോഴേക്കും ആ രാമേട്ടൻ വന്നിട്ട് പറയും, മാഡം അവിടെ ഒന്നുമില്ല. ശാലിനി പറയും, ശരി എന്ന് പറഞ്ഞ ശേഷം ശാലിനി വേറെ സ്ഥലത്തേക്ക് അന്വേഷിക്കാൻ വേണ്ടി പോവാ. പിന്നാലെ ജഗദീപും. എന്നാ മധുശ്രീയുടെ മുഖത്ത് ഇപ്പൊ ചെറിയൊരു ടെൻഷനുണ്ട്. അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നോക്കുന്ന ശാലിനി പറയും, ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ വരുന്നതിന് തൊട്ടു മുമ്പ് അവരിവിടുന്ന് കാർത്തികയെ മാറ്റിയിട്ടുണ്ട്. ഈ സമയം ജഗദീപ് അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാട് നോക്കിയിട്ട് പറയും, ലോക്കൽ ഗുണ്ടകളാണ് ഇതാ വലിച്ചു കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സിഗരറ്റ് കുട്ടി മറ്റോ എടുത്തു നോക്കണേ. അപ്പോഴേക്കും മധുശ്രീ അങ്ങോട്ട് വരും, എന്തായി കാർത്തികയെ കിട്ടിയോ എന്ന് പറയുമ്പോ ശാലിനി ഇങ്ങനെ കാർത്തികയെ തുറച്ചു നോക്കിയിട്ട് അടുത്ത റൂമിലേക്ക് പോവാണേ. ഈ സമയം മധുശ്രീ ജഗദീപിന്റെ അടുത്ത് പറയും, വല്ല പാലത്തിന്റെ അടിയിൽ വിട്ട് കത്തിച്ചു കളഞ്ഞവളെ എന്റെ പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ നിനക്ക് എന്താ ജഗദീപേ, തലയ്ക്ക് വല്ല ഓളമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ജഗദീപ് ഇപ്പൊ മറുപടി ഒന്നും പറയുന്നില്ല. ശാലിനിയോടൊപ്പം അവിടെയൊക്കെ ഇങ്ങനെ ആ റൂമിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഒരുപക്ഷെ കാർത്തിക അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ശാലിനിക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അടുത്ത റിവ്യൂനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്